ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. ചില സെറ്റിങ്സുകൾ നമുക്ക് നമ്മുടെ ഫോണിലുള്ള സെറ്റിങ്സിലെല്ലാം വളരെ ഉപകാരമുള്ളതാണ്. പക്ഷേ ചില കാര്യങ്ങൾ ചില ആളുകൾക്ക് മാത്രമേ ഉപകാരം ഉണ്ടാവുള്ളൂ, നമുക്ക് വളരെ ഉപദ്രവമായിരിക്കും. ചിലപ്പോൾ ഫോൺ എടുത്ത് എറിയാൻ തന്നെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളൊരു സാധനമാണ്, അങ്ങനെയുള്ളൊരു സെറ്റിങ്സ് ആണ് എന്താണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞ സെറ്റിങ്സ്. ഇതെന്താണെന്നുള്ള പലർക്കും അറിയുന്നില്ല അല്ലേ? പക്ഷേ ഞാനിത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താണ് ടോക്ക് ബാക്ക് എന്നുള്ളതും. ഇനി അഥവാ ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് അത് നമുക്ക് സോൾവ് ചെയ്യാനും പറ്റും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്ക് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഉണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഇതേപോലത്തെ അടിപൊളി ഇൻഫർമേറ്റീവുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഓൺ ദി സ്പോട്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്ന് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു. ഹോം പേജിൽ നമുക്ക് വാട്സപ്പ് കാണിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഇതാ ഇവിടെ സെറ്റിംഗ്സ് എന്ന ബട്ടൺ കാണിക്കുന്നില്ലേ? സെറ്റിംഗ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ബട്ടൺ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് വേണ്ടത് അഡീഷണൽ സെറ്റിംഗ്സ് ആണ് അല്ലേ? വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണി കിട്ടിയാൽ നമുക്ക് ഷോപ്പിൽ കൊടുക്കേണ്ടി വരും, അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു ഓപ്ഷനും കൂടിയാണ്. ഇവിടെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ആക്സസിബിലിറ്റി എന്ന ഓപ്ഷനെ കുറിച്ച് ഞാൻ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഇവിടെ നമുക്ക് ഞാൻ ഇതിന്റെ മുന്നേ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ നമുക്കിവിടെ മുകളിൽ കാണാം വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ, ജനറൽ തൊട്ടടുത്ത് വിഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഞാൻ സെലക്ട് ടു സ്പേസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ അതൊന്ന് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വളരെ ഉപകാരമുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു അത്. അപ്പം അതിന് ശേഷം മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് അതിന്റെ തൊട്ട മുകളിൽ കാണുന്ന ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ വിഷ്വൽ ഇമ്പേർഡ് ആയിട്ടുള്ള, അതായത് നമുക്ക് കാഴ്ച പരിമിതിയുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ നമ്മളെ കയ്യിലേറ്റവും ഈ ഒരു ഓപ്ഷൻ അറിയാതെ നമ്മൾ ഏതെങ്കിലും ബട്ടണൊക്കെ പിടിച്ച് അമർത്തിയിട്ട് ഓപ്ഷൻ എനേബിൾ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിയത് തന്നെയാണ്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, മൊബൈൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരെ പലർക്കും വന്നിട്ടുണ്ട്. പലരും അത് സോഫ്റ്റ്വെയറിന്റെ പ്രശ്നം കൊണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി ചെയ്തിട്ട് പൈസ പോയിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഞാൻ അന്ന് ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ടോക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷനിലെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺ ചെയ്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഇത് ശരിക്കും ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനൊന്ന് എന്റെ സംസാരം കുറച്ച് നേരത്തേക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യാണ്, കാരണം ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഇത് നമുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു കാര്യം അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ബട്ടൺസിന്റെ മേലേക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ട് പോകും. അതുപോലെ തന്നെ എന്താണ് ആ ബട്ടൺ എന്നുള്ളത് വിളിച്ചു പറയും, അത് അനൗൺസ് ചെയ്യും ഇന്ന ബട്ടൺ ആണെന്നുള്ളത്, ഓപ്ഷൻ ആണെന്നുള്ളത്. കാരണം കണ്ടു കാണാത്ത ആളുകൾക്ക് അതല്ലേ രക്ഷയുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായി പോവുകയും ചെയ്യും. അപ്പൊ നിങ്ങളൊന്ന് കുറച്ച് നേരം ഒന്ന് കേട്ടു നോക്കൂ, ഇങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് വരുന്നത്. TRYSOCIO Academy 2 389 messages. Calculator. Double tap to activate. Double tap. 536. 5474 minus 4,009. ഇതിന്റെ ബാക്കിൽ ഇതിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? അപ്പൊ നമുക്ക് ഇതേപോലെ വിഷ്വൽ ഇമ്പേർഡ് ആയിട്ടുള്ള ആളുകൾക്ക്, അതുപോലെ തന്നെ തീരെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇതൊന്ന് അറിയാതെ എന്തെങ്കിലും ഒന്നോ രണ്ടോ ബട്ടണൊക്കെ പിടിച്ച് പ്രസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, സെറ്റിംഗ്സിൽ അറിയാതെ മാറിപ്പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ വീട്ടിൽ തന്നെ എന്റെ വൈഫിന്റെ ഫോൺ ഇതേപോലെ തന്നെ ബുദ്ധിമുട്ടി പോയിട്ടുണ്ട്. അവസാനം ഷോപ്പിൽ പോയിട്ടാണ് അത് സെറ്റ് ആക്കിയത്. പക്ഷെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഡിസേബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഓരോരോ സെറ്റിംഗ്സ് എടുക്കുന്ന സമയത്ത് ഡബിൾ ടാപ്പ് ചെയ്യണം, അത് ഓട്ടോമാറ്റിക്കലി അനൗൺസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ഓപ്ഷൻ അറിയാതെ ഞെക്കിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. പല ആളുകളുടെ വീഡിയോസും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വളരെ റയർ ആയിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്ഷനിലേക്ക് ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക, ആർക്കൊക്കെ ഈ ഒരു പ്രശ്നം വന്നു പെട്ടിട്ടുണ്ട്. ചില ആളുകളൊക്കെ സോഫ്റ്റ്വെയർ ഒക്കെ മാറ്റി അപ്ഡേറ്റ് ചെയ്തിട്ട് ചിലർ ഫോൺ എറിഞ്ഞ അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ആരെങ്കിലും ഇങ്ങനത്തെ ഒരു ഓപ്ഷനിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ട് അതിനായി മാറുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഡിസേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഉണ്ടല്ലോ, അത് രണ്ടെണ്ണം ഒരുമിച്ച് ഒരു 3 സെക്കൻഡ് ഒരുമിച്ച് അമർത്തി പിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഓപ്ഷന് നമുക്ക് ഡിസേബിൾ ആവാൻ പറ്റും. മനസ്സിലായില്ലേ? അതായത് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഒരുമിച്ച് പ്രസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് അതിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വിഷ്വലിൽ കയറിയിട്ട് ടോക്ക് ബാക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് അതൊന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റിംഗ്സിൽ കിട്ടുന്നില്ല എങ്കിൽ ഇവിടെ നമുക്ക് സെർച്ച് ഓപ്ഷനിൽ ടോക്ക് ബാക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും നമുക്ക് കിട്ടും.
കാരണം ചില ഫോണിലൊന്നും നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സിൽ ഈ ഓരോ ഓപ്ഷൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് സെറ്റിംഗ്സിൽ കയറിയിട്ട് സെർച്ച് ഓപ്ഷനിൽ കയറിയിട്ട് ടോക്ക് ബാക്ക് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ നിന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആരെങ്കിലും അറിയുന്ന ആരെങ്കിലും ഇതേപോലെ വിഷ്വലി കാഴ്ച പരിമിതിയുള്ളവരോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ അവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ഓപ്ഷനിൽ അറിയാതെങ്ങാനും പ്രസ് ചെയ്തിട്ട് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഊരാൻ പറ്റാത്ത അത്ര വലിയ കുരുക്കായി മാറും. അതുകൊണ്ട് ഈ ഒരു വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കുക, എങ്ങനെയാണ് ഇതൊന്ന് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ മനസ്സിലായില്ലേ ടോക്ക് ബാക്ക് എന്താണെന്നുള്ളത്? ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടും അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇത് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്കും വിഷ്വലി കുറച്ച് കാഴ്ച പരിമിതിയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. പക്ഷെ നമ്മളെ പോലെയുള്ള ആളുകൾ അറിയാതെ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻസ് പിടിച്ച് അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഈ ടോക്ക് ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങിയത് തന്നെയാണ്. എന്താ അത് ചെയ്യേണ്ടതെന്നുള്ള അവസ്ഥ വരും. അതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്കായി ഞാൻ പോസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ കാണാൻ പറ്റും. പിന്നെ അടുത്തതായിട്ട് ലൈക്ക് ചെയ്യാനും പിന്നെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫർമേറ്റീവ് വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.